ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇരിക്കുന്നത്. ഓടിപ്പോയി തുണി മാറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം ഒടുക്കത്തെ വിശപ്പായിരിക്കും പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇതിന്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. ഒന്നെങ്കിൽ പൊറോട്ടയും മുട്ടക്കറി അല്ലെങ്കിൽ അപ്പം മുട്ടക്കറി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുവേ. ഇത് നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരമായി പൊളിച്ച് നടന്നിട്ട് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നേ, ബെഡ്ഷീറ്റൊക്കെ ഇടാനുണ്ടായിരുന്നു. അതെല്ലാം അലക്കി. പിന്നെ കുറേ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ തുണി, അതൊക്കെ കൊണ്ട് അലക്കാനായിട്ട് ഇട്ടു. അതിനുശേഷം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമുക്ക് ജനലൊക്കെ തുറന്നിടാനായിട്ടുണ്ടായിരുന്നു. കാരണം റൂമിനകത്തൊരു പൂപ്പൽ മണം ഉണ്ടായിരുന്നു, മഴയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടി വി കാണാനായിട്ടിരുന്നു. ഞാനും അമ്മയും കൂടെ ടി വി കാണായിരുന്നു. ഒരു പൊട്ടപ്പടമായിരുന്നു ഗംഗോത്രി, അതൊക്കെ കണ്ടു. ഉച്ചവരെ അങ്ങനെ സമയം പോയി. ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ചോറൊന്നും ഉണ്ടില്ല കേട്ടോ. നമുക്ക് രാവിലെ പൊറോട്ട കഴിച്ചുകൊണ്ട് ഒട്ടും വിശപ്പില്ലായിരുന്നു. വെള്ളം കുടിച്ച് വയറ് നിറച്ചു. പിന്നെ ഒരു ലഡു ഒക്കെ കഴിച്ചു. പിന്നെ ഞാനും അമ്മയും കൂടെ കുറേ നേരം കത്തി അടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ക്ലീനിങ്ങിന് കയറാമെന്ന് വെച്ച്, വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ക്ലീനിങ്ങിനൊക്കെ കയറി. ഞങ്ങൾ തമ്മിൽ ക്ലീനിങ്ങിന് കയറിയാൽ ആരെങ്കിലും ഒരാൾ തമ്മിൽ ഇടയ്ക്ക് വെച്ച് ആഴമുണ്ടാവും. എന്നിട്ട് ഒരാളിട്ടിട്ട് പോവാണ് മിക്കപ്പോഴും ചെയ്യാറ്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും ചെയ്തില്ല. രണ്ടുപേരും നല്ല രീതിയിൽ അടിച്ചു തൂത്തു വാരി എല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ കുളിക്കാൻ കയറിയാൽ കുറച്ച് സമയം എടുക്കും ഞാൻ കുളിച്ചിറങ്ങി വരാനായിട്ട്. അങ്ങനെ കുളിക്കാനായിട്ട് കയറി. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് തിരി കത്തിക്കാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മെയിൻ ഒരു പരിപാടിയാണ് വൈകിട്ട് നമ്മൾ ഈ പുകയ്ക്ക് കുന്തിരിക്കവോ അങ്ങനെ ചന്ദനത്തിരി എന്തെങ്കിലും പുകയ്ക്കും. കാരണം ഒടുക്കത്തെ കൊതുകാണ്. ഈ കർട്ടനിടയ്ക്ക് എല്ലാം കയറി പമ്മി ഇരുന്നിട്ട് രാത്രി വന്ന് കുത്തുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് കയറി. വൈകിട്ടും പൊറോട്ട തന്നെയായിരുന്നു. ഈ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, കറിയൊന്നും വേണ്ട. അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇനി എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ. ഇനി അപ്പം അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ടാറ്റാ.